2 മാസത്തിനുള്ളിൽ അന്വേഷണം പൂർത്തിയാക്കാനായിട്ട് പീച്ചി സംഭവത്തിൽ ആവശ്യപ്പെട്ടിരുന്നു. അപ്പോൾ 2 മാസത്തിനകം ഈ അന്വേഷണം പൂർത്തിയാക്കണമെന്ന് പറഞ്ഞിട്ട് 9 മാസമായിട്ടും അന്വേഷണം ഒന്ന് പൂർത്തിയാകുന്നില്ല. ഈ 2023 മെയ് 24 നടന്ന സംഭവത്തിൽ ഈ വണ്ടാഴി സ്വദേശി ദിനേശ് ഒപ്പം സഹോദരന്റെ മകൻ ജിനീഷ് ഈ 2 പേരാണ് ഹോട്ടലിൽ ചെന്നത്. അപ്പോൾ ബിരിയാണി കേസാണ് അവിടെ നടന്ന ബിരിയാണി കേസിന്റെ കൃത്യമായിട്ടുള്ള ഒരു വസ്തുത അന്വേഷണത്തിൽ പുറത്തു വരട്ടെ. കാരണം ബിരിയാണി എടുത്ത് ഇയാളുടെ ദേഹത്ത് ഇട്ടു എന്നൊക്കെ പറഞ്ഞാണല്ലോ പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലുന്നത്. പക്ഷേ അവിടെ ഒരു 5 ലക്ഷം രൂപയുടെ ട്രാൻസാക്ഷൻ നടന്നിട്ടുണ്ടെന്നേ. അതിന്മേൽ എന്ത് അന്വേഷണമാണ് നടന്നത്? ആ പരാതി ഇപ്പോഴും അവിടെ പെൻഡിംഗ് ആയി കിടക്കുകയാണ്. 2023 നടന്ന കേസിൽ SI PM രതീഷ് സ്റ്റേഷനിലെത്തിയപ്പോൾ മർദ്ദിക്കുന്നതിന്റെ ഈ മാനേജറെ, ഒരു നീല ഷർട്ടിട്ട ദൃശ്യങ്ങളിൽ നമ്മൾ കാണുന്ന മാനേജറെയും അതുപോലെ തന്നെ ഡ്രൈവറെയുമാണ്, 2 പേരെയും മർദ്ദിക്കുന്നുണ്ട്. ഈ ഔസേപ്പിന്റെ മകനെ ലോക്കപ്പിലിടുന്നുമുണ്ട്. അപ്പോൾ അതിന് ഈ ഒരു പോലീസ് സ്റ്റേഷന് പുറത്തുള്ള സെറ്റിൽമെന്റിൽ 3+2 അങ്ങനെ ഒരു ഡിവിഷൻ പറഞ്ഞു എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അതും കുറ്റകൃത്യമല്ലേ? കൃത്യമായി 3 ലക്ഷം പോലീസുകാരനും 2 ലക്ഷം എനിക്കും എന്ന് പറയുകയാണ് ഈ രതീഷ്. അങ്ങനെ ദിനേഷ്, ഈ വണ്ടാഴി സ്വദേശി ദിനേഷ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കൈമാറ്റങ്ങൾ അവിടെ നടന്നിട്ടുണ്ടോ? ആ കാര്യങ്ങളിലുമൊക്കെ ഒരു വ്യക്തത വരണം. അതൊന്നും ആരും ചോദിച്ചുമില്ല, ആരും പറഞ്ഞില്ല. നിയമസഭയിൽ അതേക്കുറിച്ച് ഏതെങ്കിലും തരത്തിലുള്ള മെൻഷൻ ഉണ്ടായതായിട്ട് ഞാൻ കണ്ടില്ല. നിങ്ങൾ ആരെങ്കിലും കണ്ടെങ്കിൽ പറയാം. അപ്പോൾ ഈ വിഷയം പ്രതിപക്ഷം ഉന്നയിച്ചില്ല. പ്രതിപക്ഷത്തിന്റെ പാളിച്ചയായിട്ട് തന്നെയാണ് ഞാനിത് ചൂണ്ടിക്കാട്ടുന്നത്. കാരണം ഇത് പബ്ലിക് ഡൊമൈനിൽ അവൈലബിൾ ആയിട്ടുള്ള ഡാറ്റയാണ്. നമ്മളടക്കമുള്ള എല്ലാ മാധ്യമ പ്രവർത്തകരുടെയും ഒക്കെ ഉണ്ട്. പത്രങ്ങളിലടക്കം പ്രസിദ്ധീകരിച്ച കേസാണ്.